അപ്പോൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാസ്റ്റേഴ്സിൽ ക്രിയേറ്റിൽ എൻ്റർ അടിച്ചു. അതിൽ സ്റ്റോക്ക് ഐറ്റം ആണോ, സ്റ്റോക്ക് ഗ്രൂപ്പാണോ, സ്റ്റോക്ക് കാറ്റഗറി ആണോ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്? ശരിക്കും നിങ്ങൾ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് കാറ്റഗറിയും, അതായത് നമ്മുടെ ഈ സ്റ്റോക്ക് ഗ്രൂപ്പുകൾ അല്ലേ, സ്റ്റോക്ക് ഗ്രൂപ്പുകൾ, പ്രൊഡക്റ്റ് ടൈപ്പുകൾ, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്സ്, പീനട്ട് ബട്ടർ, ഐസ്ക്രീം, ഇതാദ്യം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ബ്രാൻഡുകൾ, നമ്മുടെ സ്റ്റോക്ക് കാറ്റഗറി അല്ലേ, ബ്രാൻഡുകൾ കാഡ്ബറി, ഗാലക്സി, നെസ്ലെ, ഇങ്ങനെ ബ്രാൻഡുകളുടെ പേര് ക്രിയേറ്റ് ചെയ്യാം. അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഐറ്റം ഓക്കെ അല്ലേ ആണോ? ഞാനിവിടെ ചെയ്യുന്നത് അതല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റോക്ക് ഗ്രൂപ്പുകൾ, അതായത് ഈ സ്റ്റോക്ക് കാഡ്ബറി ഡയറി മിൽക്ക് ഓറഞ്ച് 180 ഗ്രാം എന്ന സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റോക്ക് ഗ്രൂപ്പ് ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ബ്രാൻഡ് കാറ്റഗറി എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം പറഞ്ഞ മെത്തേഡാണ്. ആദ്യം സ്റ്റോക്ക് ഗ്രൂപ്പുകൾ, പ്രോഡക്റ്റ് ടൈപ്പ്, അതായത് ആദ്യം സ്റ്റോക്ക് ഗ്രൂപ്പ്, പിന്നെ സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യും, പിന്നെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇത് മൂന്നും ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് ഐറ്റം, നമ്മുടെ 15 സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം സ്റ്റോക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഓക്കെ അല്ലേ? ചോക്ലേറ്റ്. അപ്പോൾ അതിനാദ്യം സ്റ്റോക്ക് ഗ്രൂപ്പിൽ വന്നു ക്രിയേറ്റ് കൊടുത്തു. നമ്മുടെ സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ പേര് എന്തായിരുന്നു? ചോക്ലേറ്റ് ആണോ? ഓക്കെ. ചോക്ലേറ്റ് അണ്ടർ. ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണോ വരുന്നത് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ഈ കാഡ്ബറി ഡയറി മിൽക്ക് എന്ന് പറയുന്ന ഈ ഐറ്റം ഉണ്ടല്ലോ, ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റം, അത് ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ചോക്ലേറ്റ് എന്ന സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഈ ചോക്ലേറ്റിന് ഏതിൻ്റെങ്കിലും ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണോ വരുന്നത്? അല്ല, അതൊരു ഇൻഡിപെൻഡൻ്റ് ആയ പ്രൈമറി ഐറ്റമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ അണ്ടർ പ്രൈമറി കൊടുത്തു. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റം ബി ആഡഡ്. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റം ബി ആഡഡ്. ഈ ചോക്ലേറ്റ് എന്ന ഗ്രൂപ്പിലേക്ക് അതിൽ വരുന്ന പ്രൊഡക്റ്റുകൾ മാത്രം സേവ് ചെയ്താൽ മതിയോ, അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്യണോ? എക്സാമ്പിൾ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനത് എസ് ആക്കണം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് എന്തിനാണ് എസ് ആക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നോ ആക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഓക്കെ അല്ലേ? എന്താണ് ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റം ബി ആഡഡ്? എസ് ആക്കിയാലും നോ ആക്കിയാലും മാറ്റാം. ഞാൻ മറ്റേ കമ്പനിയിൽ കാണിച്ചു തരാം. ഇവിടെ കണ്ട, ഓൾറെഡി സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ്. ഓക്കെ അല്ലേ? ഇവിടെ കമ്പനിയുടെ ഈ ബിസ്ക്കറ്റ്സ് അല്ലേ, ഈ ഐസ്ക്രീം നോക്കുക. ഐസ്ക്രീമിൽ 3 ഐറ്റം ഉണ്ട് അല്ലേ? അമൂല്, അരുണ് ഐറ്റം ഉണ്ട്. അതിൽ 85, 80, 93, മൊത്തം 258 സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ഓരോ ഐറ്റത്തിൻ്റെയും സ്റ്റോക്ക് ബാലൻസ് റിപ്പോർട്ടാണിത്. ഓക്കെ അല്ലേ? ആ ബാലൻസ് എത്ര എണ്ണം ഐറ്റം ഉണ്ടെന്ന് കാണാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാനും പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ ഐസ്ക്രീം എന്ന് പറയുന്ന സ്റ്റോക്ക് ഗ്രൂപ്പിനെ ഒന്ന് ഓൾട്ടർ ചെയ്ത് നോക്കുകയാണ്. ഓൾട്ടർ സ്റ്റോക്ക് ഗ്രൂപ്പ് ഐസ്ക്രീം. അപ്പോൾ അതിൽ ഞാൻ ഐസ്ക്രീം അതിൻ്റെ അണ്ടർ പ്രൈമറി മാറ്റുന്നില്ല. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റം ബി ആഡഡ്. ഇവിടെ എസ് ആണ്, ഞാനത് നോ ആക്കി, എൻ കൊടുത്തു, എൻ്റർ അടിച്ചു. ഞാനത് നോ ആക്കി. എന്താണ് മാറ്റം? സേവ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം, അവിടെ എങ്ങനെയാണത് ബാധിക്കുന്നത് എന്ന് നോക്കാം. സ്റ്റോക്ക് സമ്മറി, റിപ്പോർട്ടിൽ സ്റ്റോക്ക് സമ്മറി എടുത്തു. ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഓൾട്ട് F1 കണ്ടോ? ബിസ്ക്കറ്റ്സിൽ 3 ഐറ്റം ഉണ്ട്. ആ 3 ഐറ്റത്തിൻ്റെ നേരെ സ്റ്റോക്കും അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ബിസ്ക്കറ്റ്സിൻ്റെ നേരെ ഉണ്ട്. ചോക്ലേറ്റിൽ കുറച്ച് ഐറ്റം ഉണ്ട്, 5-6 ഐറ്റം ഉണ്ട്, 7 ഐറ്റം ഉണ്ട്. അത് ഓരോ ഐറ്റത്തിൻ്റെയും ടോട്ടൽ ക്വാണ്ടിറ്റി ബാലൻസ് അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ടോട്ടൽ ആ ചോക്ലേറ്റ് എന്ന ഗ്രൂപ്പിൻ്റെ നേരെ കാണാനും പറ്റുന്നുണ്ട്. പീനട്ട് ബട്ടർ 2 ഐറ്റത്തിൻ്റെ നേരെ അതിൻ്റെ ക്വാണ്ടിറ്റി ബാലൻസ് അറിയാൻ പറ്റുന്നുണ്ട്. 30, 52, മൊത്തത്തിൽ 82 എന്നുള്ളത് പീനട്ട് ബട്ടറിൻ്റെ നേരെ ഗ്രൂപ്പിൻ്റെ നേരെ അറിയാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ നേരെ. ഇവിടെ അമൂലിൽ 3 ഐറ്റം ഉണ്ട്, 80, 85, 80, 93 വീതം സ്റ്റോക്ക് ഉണ്ട്, 3 ഐറ്റം. പക്ഷെ ഐസ്ക്രീം അത് സേവ് ചെയ്യുന്നത് ഐസ്ക്രീം എന്ന് പറയുന്ന സ്റ്റോക്ക് ഗ്രൂപ്പിലാണ്. ഇവിടെ ബ്ലാങ്ക് ആണ് കണ്ടോ?
ആ സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ നേരെ അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് മാറ്റം. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റം ബി ആൾറെഡി എസ് ആക്കിയാൽ നമുക്ക് ബാലൻസ് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് ആ ഗ്രൂപ്പിൻ്റെ നേരെ അറിയാൻ പറ്റും. അത് നോ ആക്കി കഴിഞ്ഞാലോ ബാലൻസ് ഉള്ള സ്റ്റോക്കിൻ്റെ പേരുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് എത്ര സ്റ്റോക്ക് എണ്ണം ഉണ്ട് എന്ന് ആ ഗ്രൂപ്പിൻ്റെ നേരെ കാണാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അതായത് ഇങ്ങനെ ഉണ്ടാവും. റിപ്പോർട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ബിസ്ക്കറ്റ്സ് 320 ഉണ്ട്, ചോക്ലേറ്റ് 365 ഉണ്ട്, ഐസ്ക്രീം എത്ര ഉണ്ട് എന്ന് കാണുന്നില്ല. കണ്ടല്ലോ? ഓക്കെ, ആ ഒരു മാറ്റം ഉണ്ടാവും. ഓക്കെ അല്ലേ? കണ്ടോ? അപ്പോൾ ഞാനതിനെ എഡിറ്റ് ചെയ്തിട്ട് അത് എസ് ആക്കി കൊടുത്തു. ഇപ്പോൾ ഐസ്ക്രീം 258 വന്നു. ഓക്കെ അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഓൾട്ട് F1. ഓക്കെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബാക്കി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അക്കൗണ്ട്സ് ക്യാമ്പസ് എന്ന കമ്പനിയിലാണ് കേട്ടോ. അപ്പോൾ ക്രിയേറ്റിൽ നമ്മൾ സ്റ്റോക്ക് ഗ്രൂപ്പ് അല്ലേ, ചോക്ലേറ്റ് ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റം ബി ആൾറെഡി എസ് ആക്കണം. ഓക്കെ അല്ലേ? ഇപ്പോൾ GST HSN ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നില്ല. GST പഠിച്ചതിന് ശേഷം നമുക്ക് GST വൈസിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ നോക്കുക. ഓക്കെ അല്ലേ? ജസ്റ്റ് സേവ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ എ പ്രസ് ചെയ്താൽ ക്വിക്ക് സേവ്. ഇങ്ങനെ ആ എല്ലാ സ്റ്റോക്ക് ഗ്രൂപ്പുകളും നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ചോക്ലേറ്റ് ഒരു തവണ ഉണ്ടാക്കുക, ഒരു ഗ്രൂപ്പ് ഒരു തവണ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ബിസ്ക്കറ്റ്സ്, പീനട്ട് ബട്ടർ, ഐസ്ക്രീം. ഓക്കെ അല്ലേ? അതെല്ലാം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബ്രാൻഡുകളുടെ പേര് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ബ്രാൻഡ് എന്ന് പറയുന്നത് കാഡ്ബറി, ഗാലക്സി, ഇങ്ങനെ ഓരോ കമ്പനികളുടെ പേര്. ഓക്കെ അല്ലേ? ഏതൊക്കെ കമ്പനികളാണെന്ന്. അതിന് നമുക്ക് വേണ്ടത് സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, സ്റ്റോക്ക് കാറ്റഗറി എടുത്തു. നമ്മുടെ ഫസ്റ്റ് ബ്രാൻഡ് ഏതാ? കാഡ്ബറി. അത് സിമ്പിളായിട്ട് കൊടുക്കുക. അതിൻ്റെ അണ്ടർ പ്രൈമറി തന്നെ, സിമ്പിൾ. ഇങ്ങനെ അടുത്ത ഏതാണ്? കാഡ്ബറി കഴിഞ്ഞാൽ ഗാലക്സി. അതിൻ്റെ അണ്ടറും പ്രൈമറി തന്നെ. കാഡ്ബറി ഒന്നും കൊടുക്കരുത് കേട്ടോ, അതിൻ്റെ അണ്ടർ പ്രൈമറി തന്നെ. ഓക്കെ, ഈ സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടർ പ്രൈമറി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് യൂണിറ്റ് വേണം. അടുത്തത് യൂണിറ്റ് ക്രിയേഷൻ. നമ്മുടെ യൂണിറ്റ് ഏതാ? NOS. ഓക്കെ, നമ്മുടെ യൂണിറ്റ് NOS ആണ് കേട്ടോ. യൂണിറ്റിൻ്റെ സിമ്പിൾ ഷോർട്ട് ഫോം NOS. ഫുൾ നെയിം, അതിൻ്റെ ഫുൾ നെയിം നമ്പേഴ്സ് അല്ലേ? ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ മുഴുവൻ പേര്, അതിൻ്റെ മുഴുവൻ പേര്. യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ്. നമ്മൾ മന്ത്ലി GST റിട്ടേൺ ഫയൽ, ഗവൺമെൻറ്റിലേക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അത് ഓരോ പ്രൊഡക്റ്റും എത്ര ക്വാണ്ടിറ്റി മൊത്തത്തിൽ വിറ്റു, നെറ്റ് ക്വാണ്ടിറ്റി എത്ര വിറ്റു എന്ന് കാണിക്കണം. ആ ക്വാണ്ടിറ്റിയുടെ കണക്ക് കൊടുക്കുന്നതും നമ്മളിവിടെ ഏതന്നെയാണ്? NOS-ലാണ് കേട്ടോ. എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്പേഴ്സ് വരും, എൻ്റർ അടിക്കുക. ഈ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ്, പോയിന്റിന് ശേഷം എത്ര സ്ഥാനം വേണമെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നോക്കുക. ഈ ഡെസിമൽ പ്ലേസ് എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് ഡെസിമൽ പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മുടെ കയ്യിൽ റൈസ് ഉണ്ട്. നമ്മളിപ്പോൾ റൈസാണ് സെയിൽ ചെയ്യുന്നത്, 1.5 കിലോ അരി. അപ്പോൾ 1.500 കണ്ടോ? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? 1 കിലോഗ്രാമും 500 ഗ്രാമും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ 1 കിലോഗ്രാം 0.500 ഗ്രാം. അപ്പോൾ ഈ 1 എന്ന യൂണിറ്റ് ഏതാണ്? kg, കിലോഗ്രാം. ഓക്കെ, 500 എന്ന് പറയുന്നത് എന്താണ്? ഈ 1 എന്ന് പറയുന്നത് kg, കിലോഗ്രാം. ഓക്കെ അല്ലേ? ഈ പോയിന്റിന് ശേഷമുള്ളത് എന്താണ്? 500 എന്താണ്? gm, ഗ്രാം. ഓക്കെ അല്ലേ? അപ്പോൾ പോയിന്റിന് ശേഷം, കിലോഗ്രാം കഴിഞ്ഞാൽ പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 500, 3 സ്ഥാനം. അപ്പം നമ്മളിവിടെ ഡെസിമൽ പ്ലേസ് എത്ര കൊടുക്കും? 3 എന്ന് അടിച്ചു കൊടുക്കും. ആ കേസിൽ അങ്ങനെ അരിയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഷർട്ട് പീസ്, നമ്മൾ ഷർട്ട് പീസ് 1.5 മീറ്റർ ഷർട്ട് പീസാണ്, 1.500. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് മീറ്റർ. ഓക്കെ അല്ലേ? പോയിന്റിന് ശേഷമുള്ള 50 എന്താണ്? cm, സെന്റിമീറ്റർ. അപ്പോൾ അതൊക്കെ മുറിച്ച് പറയുന്ന ഹൈറ്റ് ആയതുകൊണ്ട് 1.5 മീറ്റർ.
അപ്പോൾ 1 മീറ്ററിന് ശേഷം 50 സെൻറ്റിമീറ്റർ വേണ്ടേ? അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഡെസിംപ്ലേസ് 2 കൊടുക്കും, 5 0 1 2 അല്ലേ? അപ്പോൾ മീറ്ററൊക്കെ ഉണ്ടാക്കുമ്പോൾ മീറ്ററിന് ശേഷം സെൻറ്റിമീറ്റർ വേണ്ടി വരും, അതുകൊണ്ട് അവിടെ 2 കൊടുക്കും. ഓക്കെ അല്ലേ? പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്? ചോക്ലേറ്റും ബിസ്ക്കറ്റൊക്കെ അല്ലേ? ഇത് മുറിച്ച് പറയും ആരെങ്കിലും? ഈ ഡയറി മിൽക്ക് 50 പീസ് അല്ലേ? 1 ഡയറി മിൽക്ക്, 2 ഡയറി മിൽക്ക്, 10 ഡയറി മിൽക്ക് എന്നല്ലേ പറയുള്ളൂ. അല്ലാതെ 1.5 ഡയറി മിൽക്ക്, 2.5 പീസ് ഡയറി മിൽക്ക് പറയോ? കട്ട് ചെയ്ത് കൊടുക്കുവോ ഡയറി മിൽക്ക്? ഇല്ല. അപ്പൊ ഇതൊക്കെ റൗണ്ടഡ് ഫിഗർ ആയിരിക്കും. അതുകൊണ്ട് ഇതിന് ഡെസിമൽ പ്ലേസിന്റെ ആവശ്യം നോർമലി ഇല്ല, അതുകൊണ്ട് 0. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് യൂണിറ്റ് ക്രിയേഷൻ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഐറ്റം. ഓക്കെ അല്ലേ? നേരെ സ്റ്റോക്ക് ഐറ്റത്തിൽ വന്നു. നമ്മുടെ സ്റ്റോക്ക് ഐറ്റംസ് ഏതൊക്കെയാണ്? നമ്മുടെ ഈ 15 സ്റ്റോക്ക് ഐറ്റം ഗുഡ്സ്. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തത് ഡയറി മിൽക്ക്. ഓക്കെ അല്ലേ? ഡയറി മിൽക്ക് ടൈപ്പ് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാനത് കോപ്പി ചെയ്യുന്നു. ഇവിടുന്ന് Ctrl+C അടിച്ചു, ടാലിയിൽ വന്നിട്ട് Ctrl+Alt+V പേസ്റ്റ് ചെയ്തു. നിങ്ങൾ ടൈപ്പ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏലിയാസ് വേണ്ട, വേറെ പേര് കൊടുക്കണ്ട. അണ്ടാർ, അത് ഏത് ഗ്രൂപ്പിലാണ് വരിക? കണ്ടോ? ഞാനിവിടെ ചോക്ലേറ്റ് മാത്രം ഗ്രൂപ്പ് മാത്രമേ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഗ്രൂപ്പുകളും ഇവിടെ വരും. ഓക്കെ അല്ലേ? ഓക്കെ, നേരെ ചോക്ലേറ്റ് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അഥവാ ചില ആൾക്കാർ ഇവിടുന്ന് ഓക്കെ ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. ഇനി കാറ്റഗറി, അത് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്? ചിലപ്പോൾ ഈ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണില്ല. ഓക്കെ അല്ലേ? ഈ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റൂല. കണ്ടോ? ഇപ്പം ഐറ്റം ഉണ്ടാക്കി ഗ്രൂപ്പ് ഏതാ? ചോക്ലേറ്റ് എടുത്തു. അത് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്? കാറ്റഗറി ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ അല്ലേ? അത് ചിലപ്പോൾ സ്റ്റോക്ക് കാറ്റഗറി അവിടെ കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യുക. F12 കീബോർഡിൽ F12 എന്ന ബട്ടൺ അടിക്കുക. അതിൽ ഈ 2 ഓപ്ഷനും നിർബന്ധമായിട്ട് എസ് ആയിരിക്കണം. ഷോ മോർ ഫീച്ചേഴ്സും ഷോ ഓൾ കോൺഫിഗറേഷനും. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് ജനറൽ അല്ല ഇൻവെൻട്രി ഡീറ്റെയിൽസിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് സ്റ്റോക്ക് കാറ്റഗറി ഫോർ സ്റ്റോക്ക് ഐറ്റം, അത് എസ് ആക്കുക. അതായത് വൈ കൊടുക്കുക, എൻ്റർ അടിക്കുക, Ctrl+A അടിക്കുക, സേവ് ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് കാറ്റഗറി വന്നു അല്ലേ? ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്? അതായത് കാഡ്ബറി എന്നുള്ള ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇത് കാഡ്ബറി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രാൻഡാണ് നമ്മൾ കാറ്റഗറിയിൽ കൊടുക്കുന്നത്. അത് ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ. അത് ഏത് ബ്രാൻഡാ? കാഡ്ബറി ഡയറി മിൽക്ക് എന്നല്ല പറയുന്നത്, പേര് കണ്ടില്ലേ? അപ്പോൾ അത് കാഡ്ബറി എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്, കമ്പനിയുടെ പ്രോഡക്റ്റാണ്. അതിവിടെ സെലക്ട് ചെയ്യുക. യൂണിറ്റ് നിർബന്ധമാണ്, NOS കൊടുത്തു. ഇനി ഇത് കൂടാതെ എന്ത് കൊടുക്കണം? ഈ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. ഇത് നമുക്ക് വാങ്ങാൻ എത്ര രൂപയാണ് കോസ്റ്റ് വന്നത്? 145. കസ്റ്റമർക്ക് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 190. ഇത് ക്രിയേറ്റ് ചെയ്യണം. അതിനിവിടെ പ്രൈസ് സെറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടുന്ന് ആരോ ഒഴിവാക്കിയിട്ടുണ്ട്. അത് F12 അടിക്കുക, F12 അടിക്കുക. ഈ ഇൻവെൻട്രി ഡീറ്റെയിൽസ് തന്നെ 1 2 3 4 5 6 ആറാമത്തെ ഐറ്റം പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റ്സ്. കണ്ടല്ലോ? അത് എസ് ആക്കുക. സ്റ്റാൻഡേർഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റ് എസ് ആക്കുക. Ctrl+A സേവ് ചെയ്യുക. അത് എസ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എപ്പോഴും എൻ്റർ അടിച്ചിട്ട് തന്നെ വരും കേട്ടോ, ആരോഗ്യം അടിക്കരുത്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് ആക്കുക. ഇവിടെ സ്റ്റോക്ക് ഐറ്റം കാഡ്ബറി ഡയറി മിൽക്ക് ഓറഞ്ച് 180 ഗ്രാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അടിക്കാനുള്ള ഏരിയ. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് അതിൻ്റെ കസ്റ്റമർക്ക് കൊടുക്കുന്ന റേറ്റ് അടിക്കാനുള്ള ഏരിയ. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസ് ആയാലും സെല്ലിംഗ് പ്രൈസ് ആയാലും അത് എന്നാണ് ഫിക്സ് ചെയ്യുന്നത്? ഒരു ഡേറ്റ് ചോദിക്കും. ഓക്കെ അല്ലേ? അത് ഏത് ഡേറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ തൽക്കാലം ഞാൻ ഇന്നത്തെ ഡേറ്റാണ് കൊടുക്കുന്നത്, 6 ജൂലൈ. നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ 1 ഏപ്രിൽ കൊടുത്തോണ്ട് കേട്ടോ. ശരിക്കും ഈ ഐറ്റം എന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ആ ഡേറ്റാണ് കൊടുക്കേണ്ടത് കേട്ടോ. 1 കൊടുക്കുക. 1 ഏപ്രിലോ 1 ജൂലൈയോ ഏതും കൊടുക്കുക. അടുത്തത് റേറ്റ് എത്രയാണ്? അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് 145. സെല്ലിംഗ് പ്രൈസ് 190 രൂപ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 145. എൻ്റർ അടിച്ചിട്ട് പെർ NOS, അതായത് ഒരു നമ്പർ ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യാൻ 145 രൂപ കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പുറത്തെ സൈഡിലേക്ക് വന്നു. ഡേറ്റ് ഉള്ളിടത്ത് 1 തന്നെ കൊടുക്കുക. ആപ്ലിക്കബിൾ സെല്ലിംഗ് പ്രൈസ് കസ്റ്റമർക്ക് കൊടുക്കണം 190 ആണോ 95 ആണോ? 190. ഓക്കെ അല്ലേ?
കസ്റ്റമർക്ക് കൊടുക്കുന്നത് 190. ഫിനിഷ്. അങ്ങനെ അതിൻ്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുത്തു. ഇനി GST ഡീറ്റെയിൽസ് തൽക്കാലം ഇവിടുന്ന് എൻ്റർ അടിച്ച് പോവാം. നമുക്ക് പഠിക്കാം GST കേട്ടോ. അപ്പം ഞാൻ സ്റ്റോക്ക് ഐറ്റം മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇത് അടുത്ത താഴെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടേക്ക് വരും. ഓപ്പണിംഗ് ബാലൻസ് ഇത് ഓപ്ഷനിലാട്ടോ. അതായത് നിങ്ങളുടെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ നോർമലി കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് അഡീഷണൽ ആയിട്ടൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള സ്റ്റോക്കാണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള സ്റ്റോക്ക്. ഓക്കെ അല്ലേ? അത് ക്വാണ്ടിറ്റി എത്ര ഉണ്ട്? 50 അല്ലേ? 50 അല്ലേ? ഓക്കെ, 50 മാത്രം കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ 50 NOS വരും. കണ്ടോ? 50 എണ്ണം NOS കണ്ടോ? കണക്ട് ആയതുണ്ടോ? റേറ്റ് എത്ര രൂപയുടെ? ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഓൺ ഹാൻഡ് കാണിക്കുക. ഏത് പ്രൈസിനാണ്? കോസ്റ്റ് പ്രൈസ്. എത്ര രൂപയുടെ സ്റ്റോക്ക്? കോസ്റ്റ് പ്രൈസ് എത്ര? 145. അപ്പോൾ റേറ്റ് ഉള്ളിടത്ത് കോസ്റ്റ് പ്രൈസ് വീണ്ടും ടൈപ്പ് ചെയ്യുക, 145. അപ്പോൾ അത് മൾട്ടിപ്പിൾ ചെയ്തിട്ടൊരു വാല്യൂ വരും. നിങ്ങളുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്? 7250. ഓക്കെ, കണ്ടോ? 7250 ശരിയല്ലേ? 7250 ആൻസർ കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ സ്റ്റോക്ക് ഐറ്റും ഇത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അടുത്തായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇവിടെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അണ്ടർ അല്ലേ, ഇനി ഇവിടുന്ന് സ്റ്റോക്ക് ഗ്രൂപ്പ് ചോക്ലേറ്റ് കഴിഞ്ഞ അടുത്ത ബിസ്ക്കറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. ബിസ്ക്കറ്റ്സ് അല്ല, ഇത് ചോക്ലേറ്റ് തന്നെ വരുന്നത് കേട്ടോ. ഈ സ്റ്റോക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് കാറ്റഗറി ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങനെ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം, ഇങ്ങനെ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓൾട്ട് ക്രിയേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യത്തെ അക്ഷരം ഓൾട്ട് C അടിക്കുക. ഓൾട്ട് പ്രസ് ചെയ്ത് C കണ്ടോ? ആ സ്റ്റോക്ക് ഗ്രൂപ്പിലേക്ക് ക്രിയേഷൻ വന്നു. ഓക്കെ, അതേപോലെ കാറ്റഗറി ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഓൾട്ട് C അടിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റും ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എല്ലാ സ്റ്റോക്ക് ഐറ്റവും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ റിപ്പോർട്ട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരെ റിപ്പോർട്ട്സിൽ സ്റ്റോക്ക് സമ്മറിയിലേക്ക് വന്നു. ഓക്കെ, ഈ സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഗ്രൂപ്പ് വൈസിലെ റിപ്പോർട്ട്സ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അതിൽ ചോക്ലേറ്റ് എന്ന ഐറ്റം ഉണ്ട്. ഓക്കെ, എൻ്റർ അടിച്ചു. അതിൽ കണ്ടോ? കാഡ്ബറി, ഡയറി മിൽക്ക്, ഓറഞ്ച് എന്ന ഐറ്റം. അല്ലെങ്കിൽ സ്റ്റോക്ക് സമ്മറിയിൽ വന്നിട്ട് ചോക്ലേറ്റ് എന്ന ഗ്രൂപ്പ് അല്ലേ, ഇവിടുന്ന് എൻ്റർ അടിക്കേണ്ട. ഓൾട്ട് F1, ഓൾട്ട് പ്രസ് ചെയ്തിട്ട് F1 എന്ന ബട്ടൺ F1 അടിക്കുക. അപ്പോൾ ആ ഗ്രൂപ്പും അതിൽ വരുന്ന ഐറ്റവും കാണാം. ഞാൻ ആകെ ഒരു ഐറ്റം മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇങ്ങനെ ഓരോ നിങ്ങളെല്ലാ ഐറ്റവും ക്രിയേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ കീയും ഇതിൻ്റെ കൂടെ വെക്കാം. ഇത് സ്റ്റോക്ക് ഗ്രൂപ്പ് വൈസിലുള്ള റിപ്പോർട്ടല്ലേ? ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ ബ്രാൻഡ് വൈസിലുള്ള റിപ്പോർട്ട്സ് കിട്ടും. ഓക്കെ അല്ലേ? ബ്രാൻഡ് വൈസിൽ, ബ്രാൻഡ് വൈസ് ഇത് സ്റ്റോക്ക് ഗ്രൂപ്പ് വൈസിലുള്ള റിപ്പോർട്ടാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റോക്ക് ഗ്രൂപ്പ് വൈസിലുള്ള റിപ്പോർട്ട്സാണ്. ഓൾട്ട് F1 അടിച്ചു, ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഓക്കെ അല്ലേ? ഇനി ബ്രാൻഡ് വൈസിൽ കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഗോ ഓൾട്ട് G അടിച്ചാൽ മതി. ഓക്കെ അല്ലേ? അതിൽ കാറ്റഗറി CATE കണ്ടോ? CATEG കാറ്റഗറി എന്ന് അടിക്കുക. അപ്പോൾ ഇതിൽ കുറേ കാറ്റഗറിയിൽ സ്റ്റോക്ക് കാറ്റഗറി സമ്മറി എടുത്ത് നോക്കുക. വന്ന് എൻ്റർ അടിക്കുക. അതിൽ നിങ്ങൾക്ക് അമൂലിൻ്റെ പ്രൊഡക്റ്റ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അമൂൽ എടുക്കുക. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ കാഡ്ബറിയുടെ ഐറ്റം മാത്രം കണ്ടാൽ മതിയെങ്കിൽ കാഡ്ബറിയിൽ എൻ്റർ അടിക്കുക. ഓക്കെ, എല്ലാ ഐറ്റത്തിനും കാണണമെങ്കിൽ പ്രൈമറിയിൽ എൻ്റർ അടിക്കുക. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഓൾട്ട് F1 വാ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയറിൽ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് വിത്ത് സ്റ്റോക്ക് ഗ്രൂപ്പ് ആൻഡ് സ്റ്റോക്ക് കാറ്റഗറി. ഓക്കെ അല്ലേ? അത് ഓൾട്ടർ ചെയ്യണമെങ്കിൽ നേരെ മാസ്റ്റേഴ്സിൽ വന്നിട്ട് ഓൾട്ടറിൽ എൻ്റർ അടിച്ചിട്ട് എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ പോയിട്ട് എഡിറ്റ് ചെയ്യുക. ഓക്കെ, എന്താ വെച്ചാൽ എഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അതല്ല, നമ്മൾ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യണം. സ്റ്റോക്ക് സമ്മറി ഓൾട്ട് F1. ഇതിൽ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ഒരു സാധനം എഡിറ്റ് ചെയ്യണം. അതിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്ന് വന്ന് നിൽക്കുക. ഓപ്പൺ ആക്കരുത്, വന്ന് നിന്നിട്ട് ഇപ്പോൾ ബ്രിട്ടാനിയ മാരിഗോൾഡ് എന്ന ഐറ്റം എഡിറ്റ് ചെയ്യണം. ജസ്റ്റ് അതിൽ വന്ന് നിന്നിട്ട് കൺട്രോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എൻ്റർ ബട്ടൺ അടിച്ചു നോക്കി, അതിന് എഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? എങ്ങനെ എഡിറ്റ് ചെയ്യുക? ഇനി ബിസ്ക്കറ്റ്സ് എന്ന ഗ്രൂപ്പിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് കൺട്രോൾ എൻ്റർ. ഓക്കെ അല്ലേ? ഗ്രൂപ്പിന് എഡിറ്റ് ചെയ്യുക. ഒക്കെ അവിടെ വെച്ചിട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ എൻ്റർ.
അപ്പോൾ ഇത്രയാണ് ടാലി സോഫ്റ്റ്വെയറിൽ സ്റ്റോക്ക് ക്രിയേഷൻ വരുന്നത് ബേസ് ലെവലിൽ. ഓക്കെ അല്ലേ? ഇനിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഞാനിതിൽ ഇതിൻ്റെ ഫയൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയലും അതിൻ്റെ ആൻസറും ഞാൻ അതിൻ്റെ PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വൗച്ചർ പഠിക്കാം. ടാലി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, വൗച്ചർ പഠിക്കാം. ഓക്കെ അല്ലേ?